എല്ലാ മനുഷ്യനും അവനവൻ്റേതായ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കാലമാണ്. അത് അംഗീകരിക്കപ്പെടണം. ആണിൻ്റെയും പെണ്ണിൻ്റെയും വ്യക്തിത്വത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കപ്പെടണം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റേ ആളുടേതാണ് അങ്ങനെയൊന്നും പറയരുത്. ശരിക്കും ഒരു 20% വീതിക്കൽ നടത്താം. നമുക്ക് 20% നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. 20% നമ്മുടെ ഔപചാരിക പാർട്ട്ണർക്ക് വേണ്ടി ജീവിക്കണം. 20% ബന്ധുവലയങ്ങൾക്ക് വേണ്ടി, പിന്നെ 20% മിത്രവലയങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, പിന്നെ 20% സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ 5-20 തരംതിരിക്കുക. ഒരു 20 എനിക്ക്, ഒരു 20 എൻ്റെ പാർട്ട്ണർക്ക്, ഒരു 20 ബന്ധുക്കൾക്ക്, ഒരു 20 മിത്രങ്ങൾക്ക്, ഒരു 20 സൊസൈറ്റിക്ക്. ഇതിനെ നമ്മൾ ഇമോഷണൽ ഡയല്യൂഷൻ എന്നാണ് പറയുക. അതായത് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഒരാളിൽ കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കത് ഓവർലോഡാവും. ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാം നീഡ്സ് മീറ്റ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെടണം. അത് യൂസ് ചെയ്യാനും അറിയണം.